ഇന്നിപ്പം ശനിയാഴ്ച ഞങ്ങൾ പണിയൊന്നും നടന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ചൂണ്ടയിടാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒരു തീറ്റി കുഴച്ച് വന്നതേ ഉള്ളൂ, ഇടാൻ പോവുക. എന്നിട്ട് കണ്ടില്ലേ, അപ്പം കിട്ടുമെന്ന് പ്രതീക്ഷയില്ലെങ്കിലും വന്നിരിക്കുക. കാര്യം സമയം പോകണ്ടേ, അതുകൊണ്ട് നോക്കട്ടെ, വല്ലതും കിട്ടുമെന്ന് നോക്കാം. ഇത് ഒരുമാതിരിപ്പെട്ടവർക്ക് ചിലപ്പോൾ അറിയത്തില്ല, ഇത് പുതിയൊരു ഐഡിയ. നമ്മൾ ഈ 1.5 ഇഞ്ച് പൈപ്പ് താഴ്ന്നിടത്ത് വന്ന് എൻ്റെ ചവിട്ട് കൊടുത്തു കഴിഞ്ഞാൽ താഴും. താഴ്ന്നു കഴിഞ്ഞാൽ നമ്മൾ ചൂണ്ട കാസ്റ്റ് ചെയ്യുക, നേരെ അതിനകത്ത് ഇറക്കുക. അതെങ്ങും പോകത്തില്ല. ചിലർ കണ്ടിട്ടില്ലേ, കവട്ടക്കപ്പൊക്കെ എടുത്ത് ഭയങ്കര സെറ്റപ്പൊക്കെ കാണിക്കും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഒരു 1.5 ഇഞ്ച് പൈപ്പ് ഉണ്ടെങ്കിൽ എവിടെ ചെന്നാലും ആ പൈപ്പിനകത്ത് വെച്ചാൽ മീൻ പിടിച്ചെന്ന് പറഞ്ഞാൽ സ്റ്റിക്കിൻ്റെ മോൾ ഭാഗം വളഞ്ഞു പോകത്തേ ഉള്ളൂ. ഒരു കാരണവശാലും അത് ഊരിപ്പോകത്തില്ല. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നു, എത്ര വലിയ മീൻ പിടിച്ചാലും അവിടെ കിടന്നു. ചെറിയ ഒഴുക്കുണ്ട്, അതുകൊണ്ട് ചിലപ്പം കരിമീനെയാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കാം, എന്ത് കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. അരുണിൻ്റെ ചൂണ്ടയിൽ മീൻ അടിച്ചിട്ടുണ്ട്, നോട്ടെ. അളിയെ താഴോട്ട് ഇറങ്ങിക്കേ, അവിടെ താഴെ ഇറങ്ങിക്കേ. അല്ല, വിളഞ്ഞൊരു കരിമീനാണ് വരുന്നത് കേട്ടോ. കാരണം അടി ചേർന്ന് വരുമ്പോൾ നമുക്കറിയാം, നൂലടി ചേർന്ന് വരുവാണെങ്കിൽ കരിമീനായിരിക്കും. അളിയാളിയെ ചപ്പിനകത്ത് കയറല്ലേ, ചൂണ്ട ചപ്പിനകത്താണ് അളിയ. നല്ല ചപ്പിനകത്താണ് മീൻ അടിച്ച് കിടക്കുന്നത്. ആ എടാ, കളയല്ലേ ദൈവത്തെ ഓർത്ത്. അയ്യോ, ആ കരിമീൻ എന്നൊക്കെ പറഞ്ഞ ഇന്നാ കരിമീൻ. കണ്ടോ എന്തോ വലിപ്പം, നീ നോക്കി, എന്തോ കരിമീനാ നോക്കിക്കേ. എന്നാ കരിമീൻ അളിയാ, വൈബ് കരിമീൻ. നോക്കി, കരിമീൻ എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത്രയും നാൾ നമ്മൾ ചൂണ്ടയിട്ടതിൽ ഇത്രയും വലിയൊരു കരിമീനെ കിട്ടിയിട്ടില്ല. നോക്കിക്കേ, കൈ എത്രയുണ്ട്. ഓ, ഇത്ര കരിമീൻ കണ്ടോ. അവൻ്റെ കൈ ആ കരിമീനോടെ കണ്ട് കണ്ടോ, സൂപ്പർ കരിമീനെ. മൂഞ്ചി കാണാവിടെ ഒന്നും കാണത്തില്ല, അവർ തല പോലും കയറുന്നില്ല. കണ്ടോ, അപ്പോൾ ആ കരിമീൻ്റെ വലുപ്പം ഒന്ന് ആലോചിച്ച് നോക്കി. സൂപ്പർ കരിമീനെ ഉണ്ടോ.